ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് തമിഴ്നാട് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. തമിഴ്നാട് സർക്കാർ കൊടുത്ത ഹർജിയാണ് സുപ്രീം കോടതി വിധി തമിഴ്നാട് ഗവർണർക്ക് എതിരെ. കേരളത്തിലും അത് വലിയ ചർച്ചയാണ്. കേരളത്തിലെ ചാനലുകളിലെ അന്തിച്ചർച്ചാ വിഷയം അത് തന്നെയാണ്. അടുത്ത ദിവസം കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളുടെയും ഒന്നാം തലക്കെട്ട് അത് തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. തമിഴ്നാട് സർക്കാർ തമിഴ്നാട് ഗവർണർക്കെതിരെ നടത്തിയ ഒരു നിയമയുദ്ധത്തിൽ തമിഴ്നാട് സർക്കാർ വിജയിക്കുന്നു, ഗവർണർക്ക് തിരിച്ചടിയേൽക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് വലിയ ചർച്ചയാകുന്നത്? കേരളത്തിൽ അത് പ്രധാന ചർച്ചയാകുന്നത് കേരളത്തിലും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടാണല്ലോ. അങ്ങനെ കേരളത്തിലെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വാർത്താ സമ്മേളനം വിളിക്കുന്നു രാജ്ഭവനിൽ. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായി സംഘപരിവാറുകാരെ കൊണ്ടുവരുന്നു. സർവകലാശാല സിൻഡിക്കേറ്റിലേക്കും സെനറ്റിലേക്കും BJP ABVP നേതാക്കളെയും പ്രവർത്തകരെയും തള്ളിക്കയറ്റുന്നു. ഇതൊക്കെ നാം കണ്ടതാണ്. ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി കേരള സർവകലാശാലയിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത ABVP നേതാക്കളുടെ നോമിനേഷൻ റദ്ദ് ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം ഇടപെടൽ നടത്തി സർവകലാശാലകളെ പിടിക്കാൻ. അത് കേവലം ആരിഫ് മുഹമ്മദ് ഖാന്റെ അജണ്ടയല്ല, അത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. ആ സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് എതിരെ വലിയ സമരം നടന്നു കേരളത്തിൽ. SFIയും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥ പോലും ഉണ്ടായി. കേരളത്തിൽ വലിയ ചർച്ചയായ സംഭവങ്ങളാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന സംഭവം, കേരള സർവകലാശാലയിൽ നടന്ന സംഭവം, തിരുവനന്തപുരത്ത് തെരുവിൽ നടന്ന സംഭവം. ഇതിലേറെ പറയുന്നു, കൊല്ലത്ത് തെരുവിൽ റോഡരികിൽ ഒരു ഗവർണർ കുത്തിയിരുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. മറന്നു പോകരുത്. അത്രമാത്രം SFIയും കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളും ആരിഫ് മുഹമ്മദ് ഖാനും സംഘപരിവാറുമായി യുദ്ധത്തിലായിരുന്നു. അവർക്കേറ്റ കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ വിധി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ എല്ലാവരും വിട്ടുപോകുന്ന മറ്റൊരു കാര്യമുണ്ട്. അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സഹായിക്കാൻ രംഗത്ത് വന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിൻ്റെ പേരാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം. ആരൊക്കെയായിരുന്നു നേതാക്കൾ? സുസിയുടെ ഷാജർ ഖാൻ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർക്ക് വേണ്ടി എന്ന പേരിൽ സമരം നടത്തുന്ന സംഘടനയുടെ നേതാവ്, സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ നേതാവ് കൂടിയായിരുന്നു. കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ഇതേ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ നേതാവാണ്. കേരള സർവകലാശാലയിലെ ജീവനക്കാരുടെ സംഘടന, കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാവായിരുന്ന ശശികുമാർ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ നേതാവാണ്. ഇവരെല്ലാവരും ചേർന്നാണ് ഗവർണർക്ക് ഉപദേശം നൽകുന്നത്. സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു, സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഗവർണർക്ക് നിവേദനം കൊടുക്കുന്നു, സംഘപരിവാറുകാർ ഗവർണറുടെ ഓഫീസിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അവരെല്ലാവരും ചേർന്ന് ഒരു നീക്കം നടത്തുന്നു. ഇത് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന പറഞ്ഞ മറുപടിയുണ്ട് നമ്മുടെ മുന്നിൽ. ഓൺലൈനുകളിൽ ഇപ്പോഴും അത് ലഭ്യമാണ്. ഗവർണർക്കൊപ്പമായിരുന്നു. സർവകലാശാലയുടെ നിയന്ത്രണം ഗവർണർ ഏറ്റെടുക്കുകയും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ നിയമം കൊണ്ടുവന്നു നിയമസഭയിൽ. അതിൽ ഒപ്പിടരുത് എന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാക്കുകൾ കേട്ടു നോക്കൂ. ലോകായുക്ത ബില്ലും സർവകലാശാല ബില്ലും അതുപോലെ തന്നെ ഈ ക്ഷീര സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബില്ലും, ഇന്നത്തെ തിരുവനന്തപുരത്ത് ഈ യൂണിയൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബില്ല്, ഉദ്യോഗസ്ഥന്മാർക്ക് വോട്ടവകാശം കൊടുത്തുകൊണ്ടുള്ളൊരു ബില്ല്, ആ ബില്ല് അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വോട്ടവകാശം സർക്കാർ പിരിച്ചുവിടുക, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷീരസംഘങ്ങളെ പിരിച്ചുവിടുക, എന്നിട്ട് 58 പറയുക, അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വോട്ടവകാശം കൊടുക്കുക, പുതിയ ബില്ല് കൊണ്ടുവന്നിട്ട്. അങ്ങനത്തെ ബില്ലൊക്കെ പാസ്സാക്കാൻ പറ്റുമോ? നിയമസഭയെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? ജനാധിപത്യ വിരുദ്ധമായ ബില്ലാണ് ആ 3 ബില്ലുകൾ. ആ 3 ബില്ലും ഗവർണർ ഒപ്പിടരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അപ്പോൾ തിരിച്ചടി ഏറ്റിരിക്കുന്നത് സംഘപരിവാറിനെ മാത്രമല്ല, നേരത്തെ കേരളത്തിലെ ഗവർണറായിരുന്ന ഇപ്പോൾ ബീഹാർ ഗവർണറായ മുഹമ്മദ് ആരിഫ് ഖാന് മാത്രമല്ല, പ്രതിപക്ഷത്തിന് കൂടിയാണ്, UDFന് കൂടിയാണ്. UDFന്റെ ഈ നിലപാട് അത് കോൺഗ്രസിന്റെ മാത്രം നിലപാടായിരുന്നു. ലീഗ് അതിനോട് പൂർണ്ണമായും പിന്തുണച്ചിരുന്നില്ല. ലീഗ് ഇടയ്ക്കൊക്കെ കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയാറുണ്ടായിരുന്നു.
എന്നാൽ കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേഷൻ നടത്തിയപ്പോൾ ലീഗ് നേതാക്കൾക്കും പ്രാതിനിധ്യം കൊടുത്തോടുകൂടി ലീഗ് നേതാക്കളും മിണ്ടാതായി. അങ്ങനെ ലീഗിനെ കയ്യിലെടുത്ത്, കോൺഗ്രസിനെ കയ്യിലെടുത്ത് സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാനാണ് ശ്രമിച്ചത് സംഘപരിവാർ. അതിനെതിരെ ശക്തമായ സമരം നടത്തിയത് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളായിരുന്നു. അപ്പോൾ തിരിച്ചടി ആർക്കൊക്കെയാണ്? നേരത്തെ പറഞ്ഞ മുഹമ്മദ് ആരിഫ് ഖാനെ കൂടാതെ കേരളത്തിലെ UDF-ന്, കേരളത്തിലെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം നേതാക്കൾക്ക് ഒക്കെ തിരിച്ചടി ഏറ്റിട്ടുണ്ട്. അത് കനത്ത തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരക്ഷരം മിണ്ടാതെ പ്രതിപക്ഷ നേതാവ് മാറി നിൽക്കുന്നത്. ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. രാവിലെ വന്ന വിധിയാണ്, ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ പ്രതികരിക്കുമോ എന്നറിയില്ല. മറ്റൊരു കൂട്ടരുണ്ട്, ഏറ്റവും കൂടുതൽ അടി കിട്ടേണ്ടിയിരുന്ന കൂട്ടർ, കിട്ടിയ കൂട്ടർ. ഇപ്പോൾ അന്തിച്ചർച്ചയിൽ വലിയ ജനാധിപത്യവാദികളായി ആങ്കർമാർ ഇപ്പോൾ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നത് കാണാം. എന്നാൽ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനും കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ, SFIയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം ഗവർണറോടൊപ്പമായിരുന്നു. കേരളത്തിന്റെ അവതാരമാണ്, ജനാധിപത്യം സംരക്ഷിക്കാൻ വന്ന അവതാരമാണ് എന്ന നിലയിലായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറെ വിശേഷിപ്പിച്ചത്. മാധ്യമങ്ങൾ ഒന്നടങ്കം സംഘപരിവാറിനോടൊപ്പമായിരുന്നു, സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിനോടൊപ്പമായിരുന്നു, ഗവർണർക്കൊപ്പമായിരുന്നു. അന്ന് അത് തെറ്റാണ് എന്ന് പറഞ്ഞവർക്കെതിരെ കുരച്ചു ചാടാനാണ് കേരളത്തിലെ മാധ്യമങ്ങളിലെ ആങ്കർമാരും കൂലി എഴുത്തുകാരുമൊക്കെ തയ്യാറായത് എന്നതുകൂടി നാം ഓർക്കണം. പഴയ ദിനപത്രങ്ങൾ ഒന്ന് മറിച്ചു നോക്കിയാൽ നമുക്ക് സത്യം ബോധ്യമാകും. അവർക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് എല്ലാവരും മറച്ചു പിടിക്കുകയാണ്. ഇന്ന് അവർ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഒന്ന് പ്ലേറ്റ് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ജനാധിപത്യവാദികളായി, ഫെഡറലിസത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി അവർ മാറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഭൂതകാലം അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും.